1998 ഇതിഹാസങ്ങളായ സിനദിൻ സിദാന്റെയും പാട്രിക് വിയേറയുടെയും ചുമലിലേന്തി സെന്റ് ഡെനിസ് സ്റ്റേഡിയത്തിൽ വെച്ച് ഫ്രാൻസ് വേൾഡ് കപ്പ് ഉയർത്തുമ്പോൾ ആരവങ്ങളുടെയും ആവേശങ്ങളുടെയും ഇടയിൽ നിന്ന് ഇവയെല്ലാം നോക്കിക്കാണുന്ന ഒരു ബാലനുണ്ടായിരുന്നു. 11ാം വയസ്സിൽ പിതാവിന്റെ മരണം ഒരു തൂപ്പുകാരൻ എന്ന അവസ്ഥയിലേക്ക് അവനെ കൊണ്ടെത്തിക്കുമ്പോൾ പട്ടിണിയും പരവേശവുമായിരുന്നു കൂട്ടുകാർ. അതുവരെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു പിടി ഭക്ഷണം എന്ന സ്വപ്നത്തിൽ നിന്നും ഈ ഇതിഹാസങ്ങളെ പോലെ തന്നെയും വാഴ്ത്തപ്പെടണമെന്ന് അവൻ ആഗ്രഹിച്ചിരിക്കണം. അലതല്ലി അടിക്കുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തെ സാക്ഷിയാക്കി, പട്ടിണിയുടെയും പരവേശത്തിന്റെയും ഇടയിൽ താങ്ങും തണലുമായ അമ്മയെ സാക്ഷിയാക്കി അന്ന് അവൻ ഒരു പ്രതിജ്ഞയെടുത്തു. ആ പ്രതിജ്ഞയുടെ പര്യവസാനം 2018 വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മുതൽ ലയണൽ മെസ്സി വരെയുള്ള വമ്പന്മാരെ തടുക്കാൻ ഡിഡിയർ ഡെഷാം എന്ന ഫ്രാൻസ് ഹെഡ് കോച്ച് കളിക്കളത്തിലേക്ക് അഴിച്ചുവിട്ടത് അവനെ ആയിരുന്നു. കാരിരുമ്പിൽ നിന്നും പിറവിയെടുത്ത ഒരു ഫ്രഞ്ച് എഞ്ചിൻ, വിശപ്പിന്റെയും കണ്ണീരിന്റെയും അന്ധകാരത്തിൽ പൊലിഞ്ഞുപോയ ബാല്യത്തെയും തന്റെ വിജയത്തിനായി കാത്തിരിക്കുന്ന അമ്മയെയും മനസ്സിൽ കരുതി പുൽമേടുകളിൽ ആളിപ്പടർന്ന കാട്ടുതീയായി അയാൾ മാറി. ഒരേ സമയം ആക്രമിക്കുകയും അതേസമയം പ്രതിരോധിക്കുകയും ചെയ്തുകൊണ്ട് എതിർ ടീമുകൾക്ക് അവനൊരു തലവേദനയായിരുന്നു. പൊലിഞ്ഞു വീണ കണ്ണീരിന്റെയും അടർന്നു വീണ ഓർമ്മകൾക്കും അപ്പുറം 2018 വേൾഡ് കപ്പ് ലുസ്നിക്കി സ്റ്റേഡിയത്തിൽ വെച്ച് ഒരു ചെറുപുഞ്ചിരിയോടെ ഏറ്റുവാങ്ങുമ്പോൾ ഒരു യുഗത്തിന്റെ കഥ പറയാനുണ്ടായിരുന്നു അയാൾക്ക്. അതെ, ഇതൊരു ഉത്തേജകമാണ്. കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് സ്വപ്നം കാണുന്നവർക്കുള്ള ഉത്തേജകം. ഇന്നതിന് മറ്റൊരു നാമം കൂടിയുണ്ട്. അതെ, എങ്കോളോ കാന്റെ